നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ചില സിനിമകളിലെ പാട്ട് പോലെ തന്നെ അതിപ്രധാനമായിട്ടുള്ളതാണ് നമ്മളെ എപ്പോഴും ചിരിപ്പിക്കുന്ന ചില ഡയലോഗുകളും. അത് എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും. പറയുന്ന ആ നടൻ്റെയും ഒക്കെ ചിത്രം മനസ്സിലങ്ങനെ രൂപം കൊള്ളും. അപ്പോഴാണല്ലോ ആ സിനിമ കാലാധിവർത്തിയായി മാറുന്നത്. അങ്ങനെ കാലത്തെ അതിജീവിച്ച് അങ്ങനെ മുമ്പേറുന്ന മലയാളത്തിലെ ഒരു അതിപ്രധാനപ്പെട്ട ഒരു വലിയ ഒരു നടൻ തന്നെയാണ് ജഗതി ശ്രീകുമാർ. ജഗതി അഭിനയിച്ച മീശമാധവൻ നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല. അതിനകത്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ വെടിവഴിപാടിന് വേണ്ടി ചെല്ലുന്ന, വെടിവഴിപാടാകുമ്പോൾ ഈ മൈക്കിൽ കൂടി വിളിച്ചു പറയണം, ഇല്ലാതെ പറ്റില്ല എന്ന് ക്ഷേത്ര അധികൃതർ പറയുമ്പോൾ ജഗതിയുടെ ഒരു ഭാവം എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ പേരിൽ ഗണപതി ഹോമം. ഗണപതി ഹോമമാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാതെ വയ്യ എന്നുള്ള ഒരു സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത്. വളരെ രഹസ്യമായിട്ട് നവകേരള സദസ്സിനെ വിഘ്നങ്ങളെല്ലാം മാറ്റി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചട്ടം കെട്ടിയതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ തന്നെ. അതിപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ വെടിവഴിപാടാകുമ്പോൾ വിളിച്ചു പറയാതിരിക്കാൻ വയ്യല്ലോ എന്ന് പറഞ്ഞതുപോലെ ഗണപതി ഹോമമാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കാതിരിക്കാനും വയ്യ. നവകേരള സദസ്സ് ചക്കുവള്ളി ക്ഷേത്ര മൈതാനിയിൽ നടത്തുന്നതിന് ഹൈക്കോടതി അനുമതി നിഷേധിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഗണപതി ഹോമം നടത്തിയിരിക്കുകയാണ് ഇതേ ക്ഷേത്രത്തിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചക്കുവള്ളി ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വഴിപാട് നടത്തിയതിൻ്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഗണപതി തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം വല്ലാതെ അങ്ങ് നാണിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരുടെ പേരിലുമൊക്കെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തിനാ ഈ ഹോമം നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച്. അപ്പോൾ കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സ് നടക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ വഴിപാട് നടന്നത്. ജില്ലയിലെ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ പ്രസിദ്ധമായ ചക്കുവള്ളി ക്ഷേത്രം. ഇവിടെ വച്ച് സർക്കാർ പരിപാടിയായ നവകേരള സദസ്സ് നടക്കുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദിയാണ് കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ ക്ഷണിക്കപ്പെട്ടവരുമായി നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗം നടക്കും. അവിടെ പൗരപ്രമുഖരുമൊക്കെ ആയിട്ട്. പിന്നീട് വാർത്താ സമ്മേളനം പതിവ് പോലുള്ള. പിന്നെ പത്തനാപുരത്തെ NSS ഗ്രൗണ്ടിലാണ് ജില്ലയിലെ ആദ്യ സദസ്സ്. അത് കാരണം നായന്മാരുടെ സദസ്സ് അങ്ങനെ ആ ഗ്രൗണ്ട് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വൈകിട്ട് പിന്നെ പുനലൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും പിന്നീട് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിലും ഒക്കെ സദസ്സ് നടക്കും. ചക്കുവള്ളി ദേവസ്വം ബോർഡ് സ്കൂളിന് സമീപമുള്ള പഴയ കശുവണ്ടി ഫാക്ടറി പരിസരത്താണ് ആദ്യ ദിനത്തിലെ അവസാന സദസ്സ്. അപ്പോൾ അങ്ങനെ ജില്ലകളിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. ഇപ്പോഴാണ് ഒരു ഗണപതി ഹോമത്തിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഷീറ്റ് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വടക്ക് നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇതുപോലെ പല വഴിപാടുകളും ഒക്കെ നടന്നിട്ടുണ്ടാകും രഹസ്യമായിട്ടൊക്കെ. കാടാമ്പുഴയിലൊക്കെ പൂമുടലും നടന്നു കാണും. ഗുരുവായൂരിൽ വേറെ ആരുടെയെങ്കിലും പേരിൽ പോയി തുലാഭാരവും നടത്തി കാണും. അങ്ങനെ എല്ലായിടങ്ങളിലും. പിന്നെ ഇനിയിപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം വഴിപാടും ഒക്കെ നടന്നു കാണും. തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ അവിടെ താമരമാല നേർന്നിട്ടുണ്ട് മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഇവിടെ പഴവങ്ങാടി ഗണപതി കോവിലും തേങ്ങ ചിലപ്പോൾ 101 1001 ഒക്കെ അടിക്കും. നമ്മുടെ പണമല്ലേ, വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കാൻ നല്ല ശേലാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് CPMകാർ ഇപ്പോൾ അമ്പലങ്ങളിൽ ഇങ്ങനെ കയറി നിരങ്ങി നടക്കുകയാണ്. ഭഗവാനെ കൂടെ കട്ടുകൊണ്ട് പോകാതിരുന്നാൽ മാത്രം മതി.